അങ്ങനെ നമ്മുടെ നേപ്പാൾ ട്രിപ്പിൻ്റെ അവസാനം നമ്മളിപ്പോൾ കുശിനഗറിലാണ്. ഇവിടെയാണ് ബുദ്ധൻ മരിച്ച സ്ഥലം. പരിനിർവാൺ എന്നാണ് ഇവർ പറയണത്. ഇത് ബുദ്ധൻ മരിച്ചിടത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇതും പഗോഡയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറത്തേക്കട ഇഷ്ടം പോലെ മോങ്സ് നടന്നു പോണ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചി ഏത് ബുദ്ധൻ്റെ കൂടെ നടക്കണേ? ബുദ്ധൻ ജ്ഞാനം പറഞ്ഞു കൊടുക്കണതാണ് ഈ കാണുന്നത് പ്രതിമ. ഓർമ്മണ്ടോ? ഇത് അടച്ചേക്കുക. ഇതിനകത്ത് കയറായിരുന്നു. ഇത് ബുദ്ധനുണ്ട്. ഇതിൻ്റെ അകത്ത് ബുദ്ധൻ ഇരിക്കണതാണ്. ലാമമാര് ഇത്രേ ഉള്ളൂ. ഇവിടെ കറങ്ങി വന്നു. ഇത് പഗോഡയാണ്. അപ്പോൾ ഇത് പഗോഡയാണ്. പഗോഡയുടെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് അമ്പലം. ഇവിടെ ബുദ്ധൻ ഉറങ്ങിയ വലിയൊരു പ്രതിമയുണ്ട്. വലിയൊരു പ്രതിമ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ബുദ്ധൻ വെള്ളം കുടിച്ചൊരു അമ്പലവും പിന്നെ ബുദ്ധൻ മരിച്ചു എന്ന് പറയുന്ന ഒരു അമ്പലം ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരമുണ്ട്. 2 കിലോമീറ്റർ പോകണം. അപ്പോൾ അത് വണ്ടിക്കാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒത്തിരി വയസ്സായിട്ടുള്ള മോങ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ട് ഇവിടെ, പോണ്ടൊക്കെ ആയിട്ട്. ഞങ്ങൾ രാവിലെ വെളുപ്പിന് 12 മണിയുടെ ട്രെയിനായിരുന്നു വാരണാസിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 5 മണിയായപ്പോൾ നമ്മൾ ഗോരഖ്പൂർ എത്തി. അപ്പോൾ ഒട്ടും ഉറങ്ങാനൊന്നും സമയം കിട്ടില്ല. ഉറക്കപ്പിച്ച് നടക്കണതാണ് ഈ കാണുന്നത്. ഹിമ, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിലെ? നമ്മൾ സ്ലീപ്പർ കോച്ച് മറ്റേ AC 2 ടയറാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പാകത്തിന് AC ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉറങ്ങിയ സമയം നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഇതാണ് ഇതാണ് ബുദ്ധനെ അടക്കിയ സ്ഥലം. ഇത് അശോക ചക്രവർത്തി അറിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇച്ചിരി ഫേമസ് ആയത്. ഇവിടെയാണ് ബുദ്ധനെ അടക്കിയത്. നമ്മൾ ബുദ്ധൻ ഉറങ്ങുന്നിടത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരണം എന്നാലാണ് ഇത് കാണാൻ പറ്റുള്ളൂ. നന്നായിട്ട് നല്ല ഗാർഡനൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് കണ്ടു തിരിച്ചു പോവുകയാണ്. ഇവിടെ